ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ മാർക്കറ്റിംഗ് സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വൺ സൈഡഡ് ഫോൾ തന്നെയാണ് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ അതായത് യെസ്റ്റർഡേയിൽ നമുക്കൊരു അപ്പ് സൈഡ് മൊമെൻറ്റം കിട്ടി, പക്ഷേ അതിൻ്റെ ഒരു ഡബിൾ സ്ട്രോങ് ആയിട്ട് തന്നെ ഇന്നൊരു ഡൗൺ സൈഡ് മൊമെൻറ്റം കിട്ടി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഇന്നലെ ആ ഒരു ന്യൂസ് ബേസ്ഡ് ആയിട്ട് മാർക്കറ്റിനെ ജസ്റ്റ് ഒന്ന് അപ്പ് സൈഡ് കൊണ്ടുപോയി. പക്ഷേ ഇന്ന് എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഫോളോ ആയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഇന്ന് മാർക്കറ്റിൽ ഞാൻ ഇന്നലെ നമ്മുടെ സെക്ഷൻസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഞാൻ ഇന്നലെ ഒരു ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഒരു ചാനൽ പോലെ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ചാനലിൻ്റെ സെൻറ്ററിലായിരുന്നു ഇന്നലെ ക്ലോസ് ആയത്. ഓക്കെ, അപ്പം ഇവിടുന്ന് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോകാനും ചാൻസ് ഉണ്ട്, ഡൗൺ സൈഡിലോട്ട് പോകാനും ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇന്നലെ ഒരു കൗണ്ടർ ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ക്ലോസ് ആയിട്ടില്ല. അപ്പോൾ അത് കാരണം നമുക്കൊരു കൗണ്ടർ ട്രേഡ് ആയിട്ട് ഒരു എടുക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയായിരുന്നു നമുക്ക് ഇന്നത്തെ ട്രേഡ് കാര്യങ്ങളൊക്കെ വന്നത്. ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് സ്കാൽപ്പിങ് മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ, ഒരു 1:1 റിസ്ക് റിവാർഡിൽ നമുക്കൊരു സ്കാൽപ്പിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു 1:2 സ്കാൽപ്പിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നോക്കേണ്ട എന്താണ്, നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാലും സെയിം ഇതുപോലെ തന്നെ നല്ല ഫോളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു മാർക്കറ്റിൽ സംഭവിച്ചത്. ഓക്കെ, നല്ല ഫോളൊക്കെ ആയിരുന്നു മാർക്കറ്റിൽ സംഭവിച്ചത്. ഓക്കെ, ഇന്ന് എല്ലാ ഒരു 1% നമുക്ക് ഒരു ഫോൾ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് റിലയൻസ് കുറച്ച് പോസിറ്റീവായിട്ട് നിന്നിട്ടുണ്ടെങ്കിലും, പക്ഷേ ഒരു HDFC ബാങ്കിൻ്റെ ഇതുകൊണ്ടായിരിക്കാം HDFC ബാങ്ക് നല്ല ഡൗൺ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയായിരുന്നു നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ വന്നത്. പക്ഷെ നമുക്ക് നാളത്തെ മാർക്കറ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ നാളത്തെ മാർക്കറ്റ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്നലത്തെ ആ ഒരു ലോ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു ലോ ബ്രേക്ക് ചെയ്ത് എവിടെ നിന്നാണ് നമ്മുടെ ഒരു അതായത് അപ്സൈഡ് പോയിട്ട് അവിടെ നിന്നാണ് നല്ലൊരു ഇത് വന്നത്. അപ്പം നമുക്ക് അവിടെ നിന്ന് നമുക്കൊരു ഫോൾ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഒരു കോൾ എൻട്രി കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ കോൾ സൈഡ് എൻട്രി കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ ആ ചാനൽ ബ്രേക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പം അതിൽ നമുക്ക് നാളെ അറിയാൻ പറ്റും ഇതിൽ ഈ ഒരു ചാനൽ ബ്രേക്ക് ഔട്ട് എത്രത്തോളം പോസിബിൾ ആണ്. ഓക്കെ, ഇൻ ദ കേസ് ഇപ്പം ചാനൽ ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നമ്മൾ ഇങ്ങനെ ഫോൾ വരാനാണ് ചാൻസ്. ഓക്കെ, ഇതായിരിക്കും പോസിബിലിറ്റി. ഓക്കെ, അപ്പം നമുക്ക് നാളത്തേക്ക് മാർക്കറ്റ് നോക്കുമ്പോഴത്തേനുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ ഇന്നത്തെ ഡേയിലോ നമുക്ക് എത്രത്തോളം നോക്കാം. ഓക്കെ, എത്രത്തോളം നമുക്ക് ആ നാളെ ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാം. കാരണം ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം അപ്സൈഡിൽ നിന്ന് നേരെ നല്ലപോലെ നമുക്ക് ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റ് വന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ലെവൽ എന്തായാലും ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഞാൻ എന്തായാലും ഒരു റെഡ് അതായത് ഒരു റെസിസ്റ്റൻസ് പോലെ തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു കൗണ്ടർ ട്രേഡല്ല എടുക്കുന്നത്. നാളത്തെ ഒരു ഓപ്പണിങ്ങും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് മാത്രമേ ഞാനൊരു എൻട്രി കാര്യങ്ങളൊക്കെ എടുക്കാറുള്ളൂ. പിന്നെ നാളെ നമുക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് വന്ന് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്കൊരു പി എൻട്രി എടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കൊരു സിംഗിളോ അല്ലെങ്കിൽ ഡേയിലോ നമുക്ക് ടാർഗറ്റായിട്ട് വെക്കാം. നമുക്കപ്പോൾ ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയിൽ വന്നേക്കുന്നത്. വേറെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, എല്ലാം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇന്നലെ ഇവിടുന്ന് ഒരു ഇംബാലൻസ് മൊമെൻറ്റം വന്നു. പക്ഷേ ആ ഇംബാലൻസ് മൊമെൻറ്റ് എന്താണ്, ഇവിടെ തന്നെ ഓൾറെഡി അതിനെ ബാലൻസ് ചെയ്തു. ഞാനതാണ് പറഞ്ഞത്, ഇംബാലൻസ് മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏരിയയിലുണ്ട് ഇവിടെ ഒരു ഇംബാലൻസ് വന്നു. പക്ഷേ നമ്മൾ അപ്സൈഡ് പോകുന്നതിനെക്കാട്ടിലും ഡബിൾ സ്ട്രോങ് ആയിട്ടാണ് ഡൗൺ സൈഡിലോട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞില്ല, മാർക്കറ്റ് നമ്മളിപ്പം ഇനിയും 15 ഓഗസ്റ്റിൽ നമുക്ക് അവധിയാണ്. അപ്പോൾ ഓവർനൈറ്റ് പൊസിഷൻസ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാതെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഇതാണ് നമുക്ക് നിഫ്റ്റി 50യുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോഴത്തേക്കിന് നമ്മുടെ എല്ലാ ലെവൽസും കാര്യങ്ങളും എല്ലാം സ്വീപ്പായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊക്കെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇന്നത്തെ ആ ഒരു ചാനൽ വരച്ചത് എത്രത്തോളം നോക്കി ആ ഒരു ചാനലിൽ നിന്ന് സപ്പോർട്ട് എടുത്തു, എന്നിട്ട് അത് നേരെ നല്ലൊരു ഫോൾ വന്നു. മനസ്സിലായോ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ ലിക്വിഡിറ്റി ലെവൽസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ലിക്വിഡിറ്റി ലെവൽസ് എന്ന് പറയുന്നത് ഇവിടുന്ന് നമുക്കൊരു ക്വാളിറ്റി കാര്യങ്ങൾ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. നമുക്ക് ആ ഒരു ലെവൽ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് എൻട്രി കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും മാർക്കറ്റിൽ വന്നത്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഇന്നത്തെ ഡേയിലോ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ലിക്വിഡിറ്റി ലെവൽസ് കാര്യങ്ങളായിട്ടൊന്നും വന്നിട്ടില്ല. നമുക്ക് പിന്നെ ഒരു 15 മിനിറ്റ്സിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ 15 മിനിറ്റ്സിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൗണ്ടർ ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു ലെവൽ. ഓക്കെ, ഈ ഒരു ലെവൽ എടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് അഗ്രസീവായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ രണ്ട് ലെവൽസ്.
പിന്നെ കോൾ എൻട്രി നമുക്ക് നാളത്തെ ഓപ്പണിംഗ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൈഡ് സ്വീപ്പ് ആയതിനു ശേഷം നമുക്ക് കോൾ എൻട്രി കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ഓക്കെ, ഞാനപ്പോൾ ഈ ഒരു ലെവൽസ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിലും അങ്ങനെ പ്രത്യേകിച്ച് ലെവൽസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് പിന്നെ ഒരു കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ലെവൽ. ഓക്കെ, പിന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഈ ഒരു ലെവൽ കൂടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു പുട്ടുണ്ട് നോക്കാം. നമുക്ക് എന്തായാലും മാർക്കറ്റിൻ്റെ ഒരു ഓപ്പണിംഗ് വെച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഈ ഒരു ലെവൽസ് കൺസിഡർ ചെയ്യത്തുള്ളൂ എത്രത്തോളം. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമുക്ക് മാർക്കറ്റിൽ വരുന്നത്. എൻ്റെ ഇന്നത്തെ ലൈവ് ട്രേഡിങ് കാര്യങ്ങളെല്ലാം ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ യൂട്യൂബ് ചാനലിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കയറി കാണുക. ഓക്കെ, നമ്മൾ ഡെയിലി ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.